ബാബു നിങ്ങളെ കുലുക്കുന്നാണ് പോരാട്ടാ. ഇത് കണ്ടിട്ട് ഇവിടെ കുന്നോളം അങ്ങാടിയാണ് കുലുക്കണം. ആ ജാതി കുലുക്കം വേണം. ഈ പൊട്ടക്കന്റെ കരിയില കിടന്നിങ്ങനെ കുലുങ്ങിനെ ആ ജാതി കുലുക്കം കുലുക്കട്ടെ. എന്നാലും പിന്നെ ആ കപ്പ് ഇവിടെ മുറ്റിരിക്കത്തുള്ളൂ. ഇത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഏട്ടാ. വിറ്റൊന്നും പോരടാ. ഏട്ടങ്ങടി ഇത് എന്തുട്ട് വർത്താനം പറഞ്ഞേ. നീ ആ ലാസറിന്റെ വയറിന്റെ കുലുക്കൊന്ന് നോക്കിയേ. പച്ചച്ചാണകത്തിൽ തീ പിടിച്ച പോലെ കളിക്കണ്. ഇങ്ങനെ കളിച്ച കാര്യം നടക്കും. അതേ ഏട്ടങ്ങടി പറഞ്ഞ കാര്യമാണല്ലോ. നീ ഇവിടെ ടീം ക്യാപ്റ്റനാണല്ലോ. പൂക്കാവടി കുലുക്കണമാരെ കുലുക്കട്ടാ. മൂവായിരത്തിനുള്ള കുലുക്കാണ് കുലുക്കണ പ്രാഞ്ചേട്ടാ. ഇങ്ങനെ കളിക്കേ. നീ എന്തുട്ടായി കാണിക്കണേ? സിനിമാറ്റിക് ഡാൻസ് കളിക്കണ പോലെ വയറിളകട്ടെ. പിന്നെ എന്തുട്ടായി കാട്ടണേ? ഗ്രൈന് പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടം കണ്ടമാരി ഒന്ന് വൃത്തിയിൽ കളിക്കാണ്ട്. വയസ്സായി ഇനി ഇങ്ങനെയൊക്കെ കുലുക്കാൻ പറ്റുള്ളൂ. രാത്രി നീ മനസ്സ് വെച്ചാ വയറെന്ന് പറഞ്ഞ സാധനം കുലുക്കണേ. 4000 രൂപയുടെ കുലുക്കാണ് കുലുക്കണ. എന്നിട്ട് കിട്ടണതോ 3000 രൂപ. എന്നിട്ട് വർത്താനാണ് നീ പറഞ്ഞേ. തെക്കും കടക്കാർ തരുന്നതിനേക്കാളും 1000 രൂപ കൂട്ടിട്ടുള്ള നിങ്ങളിങ്ങോട്ട് കൊണ്ടുവന്ന ഞാൻ. അതെ, കായിക ശരിയാ പ്രാഞ്ചേട്ടാ. പക്ഷെ പ്രാഞ്ചേട്ടന്റെ പുലികളോടുള്ള ഈ പീഡന സ്വഭാവല്ലേ, അത് അത്ര ശരിയല്ല. അതെ കുരിയേട്ടാ, ഞങ്ങൾക്കൊക്കെ ഈ ഊണിയണ്ടാ. ഇത് കയ്യിലെ കാശ് കൊടുത്തിട്ട് കടിക്കണ പട്ടീനെ വാങ്ങണ പോലെ ആയാലോടെ പ്രാഞ്ചിയെ. കേട്ടകിടൊന്നും മിണ്ടാതിരിക്കേ. ഇവര് ഇത്ര മാത്രം പറയാനേ. ഇവർക്ക് വല്ല കുറവും നമ്മൾ വരുത്തിണ്ട. 3 നേരത്തിന് 4 നേരം നമ്മൾ തിന്നാൻ കൊടുക്കണല്ലേ. ആ വാർത്ത പറഞ്ഞ് കേട്ടാ മതി. അത് മതിയായിരുന്നു. ആ ഇതെന്താ ഈ കൊണ്ടിരുന്നേ? തിന്നാനുള്ളത് കിട്ടുമ്പോഴത്തെ ആവേശം കണ്ട. ബഹളം ഇല്ലാണ്ടിരിക്കാനേ ഇവിടെ PSC കോച്ചിങ് ക്യാമ്പെല്ലാം നടക്കണ്. നീ ഇത് വെച്ചിട്ട് അകത്ത് പോടി. അകത്തേക്ക് പോടി. എന്താ എന്താ കണ്ടാ രാവിലെ കുടിച്ച കഞ്ഞി തൊണ്ടെന്ന് ഇറങ്ങിയില്ലേ? അപ്പോഴത്തേക്ക് ഉരുട്ടി വിഴുങ്ങാൻ കൊണ്ടുവച്ചേക്കണണ്ട. റാവു ഉപ്മാവ് കഴിച്ചാലേ വയറ് വീർക്കും എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കേ. ഇവറ്റോടൊന്ന് കുലുക്കാൻ പറഞ്ഞുള്ളൊരു മസിൽ പിടുത്താം. കുട്ടികളെ അപ്പിടായിരിക്കുന്ന പോലത്തെ മസിൽ പിടുത്താ. ദൈവത്തോർത്ത് ഞാൻ പറയാ. അതെ, ഈ തറവാടിന്റെ പേര് നിങ്ങൾ നിലനിർത്തണട്ടാ. പ്രാഞ്ചിയെ, ഈ കളിയുടെ പോക്ക് ഇങ്ങനെയാണെങ്കിലേ ഈ തറവാടിന്റെ പേര് നിലനിർത്താൻ പറ്റുന്ന എനിക്ക് തോന്നില്ലാന്ന്. ഈ കുന്നംകുളത്തങ്ങാടിയില് അതെ അതെ നിങ്ങളോടാ പറഞ്ഞേ. ഈ കുന്നംകുളത്തങ്ങാടിയിലേ ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കണട്ടാ. മനസ്സിലായോ? ഇവറ്റകളൊക്കെ ഒന്ന് ശരിക്കും കുലുക്കി കളിപ്പിച്ചാണല്ലോ. ടിപ്പായിട്ട് 200 രൂപ കൂട്ടാ. എന്തിവിടെ വന്നിരിക്കാണ് പോണു? ഹാർട്ട് പൊട്ടി വയറ്റിൽ വീഴുമെന്ന് എനിക്ക് സംശയം. മ്യൂസിക് ഉറക്ക വെക്കണേ. ഉള്ളത് പറയാലോ, പ്രാഞ്ചേട്ടൻ നമ്മുടെ ചങ്കും കരളൊക്കെ തന്നെയാ. എന്നാലുണ്ടല്ലോ ആ ലാസറുട്ടീനെ വെച്ചുള്ള പരിപാടി എനിക്ക് അത്ര പിടിക്കണില്ലേ. ലാസറുട്ടിക്ക് പകരം നമ്മുടെ ആ കൊച്ചു ഗോവിന്ദേട്ടന്റെ മകൻ സിദ്ധാർത്ഥനുണ്ടല്ലോ, അവനെ വെച്ചിട്ടൊരു കളിക്കൽ അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ കസറത് എന്തുട്ടാ വയറ്. എന്റെ വെറുതോ സിദ്ധാർത്ഥനല്ല സിദ്ധാർത്ഥൻ. സിയും ശ്രീയൊക്കെ ഒന്ന് തന്നെയാ. തിരുത്താൻ വന്നേക്ക. വായുള്ള പല്ല് മുഴുവൻ നാട്ടുകാരെ അടിച്ചു. നീ ഇവിടെ വന്നിരിക്കേ. ചേട്ടാ ഒരു ചായ കടുപ്പത്തിലായിക്കോട്ടെ. ചായ കൊടുക്ക. എന്തുട്ടാ നിന്റെ മോന്ത കടന്നിൽ ഊത്തിയമാരി വീർത്തിരിക്കണേ?
ലാസറൂട്ടിന്റെ വർദ്ധനോട് പിടിക്കില്ല പ്രാഞ്ചേട്ടാ. അതങ്ങനെയാണല്ലോ. അതാ നീ അങ്ങോട്ട് വരാണ്ടിരിക്കണല്ലേ? അത് ശരി, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. എന്റെ ലാസറൂട്ടിയുടെ വയറിന് പെന്തുട്ട് എത്ര വലിയ കുഴപ്പം. അവനാള് ശരിയല്ല പ്രാഞ്ചേട്ടാ. പ്രാഞ്ചേ ഇങ്ങോട്ട് വന്നേ, നീ ഇങ്ങോട്ട് വന്നേരെ. എന്നിട്ടാ ഡാ, നിന്നെ പറ്റി എന്തൊക്കെയാ പറഞ്ഞു നടക്കണേന്ന് അറിയോ നിനക്ക്? ഇവര് ആര് എന്ത് പറഞ്ഞു നടക്കണോ? ലാസറുട്ടി. ഡാ പ്രാഞ്ചേ, ഇനി ഈ കുടുംബത്തെ ഒരു പുലിക്കളിയും കുലിക്കളിയും വേണ്ട. ഈ കുടുംബത്ത് ഏളായപ്പ എന്തുട്ടാ പറഞ്ഞു വരുന്നേ? ഒരു വാലും തുളയില്ലാണ്ട് എന്തുട്ടാ തെളിയിച്ചു പറയേ. ഡാ, നീയും അവന്റെ പെണ്ണും ഞാനിനി എന്തൊക്കെയാ പറയേ? ഏളായപ്പം വ്യക്തമായിട്ട് പറയുന്നാലും എനിക്ക് കാര്യം അറിയുള്ളൂ. ഡാ, നീയും അവളുമായിട്ട് കുറെ കാലമായിട്ട് ഡിങ്കോപ്ലിക്കേഷൻ ആണെന്ന്. ഇത് കേട്ടപ്പോ തുടങ്ങി എന്റെ ശരീരം വിറക്കല്. വെറുതോ എന്താ എന്താ പ്രാഞ്ചേട്ടാ ഇവിടെ വന്ന നീ? എന്നെ പറ്റി ലാസറൂട്ടി പറഞ്ഞു കൊടുക്കണ കേട്ടോ? ഞാനത് മുന്നേ കേട്ടതാ. ഈ ലാസറൂട്ടിനെ വെച്ചിട്ടുള്ള കളിയൊക്കെ ഒരു തീക്കളിയാന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ അത് കേട്ട ഭാഗന്നടിച്ചില്ല. അപ്പൊ എന്തായി? സ്വന്തം ഭാര്യക്ക് താങ്ങുന്തലായിട്ട് നടക്കണോ എങ്ങനെ പറഞ്ഞു നടക്കാന്ന് വെച്ചാ? ഡാ, സ്വന്തം തന്തയും തള്ളേനും ചവിട്ടി പുറത്താക്കി നടക്കണോനെ അവൻ. ഇതും അതിലപ്പുറവും പറയാവൻ. ഇതിപ്പൊ ഞാനൊരു ആക്കടിയിൽ പെട്ട മാതിരി ആലോടാ. തറവാടിന്റെ പേരൊന്ന് ഉഷാറാക്കാൻ വേണ്ടി നോക്കിയപ്പോ. ഡാ പ്രാഞ്ചേ, നിന്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്നൊന്ന് പറയാ, നമുക്കിത് വേണ്ട. ഈ പുലിക്കളി നിർത്തണം. ചെലവായ കാശ് പൊക്കോട്ടരാ. എന്തുട്ര ഭാസ്കര? പ്രാഞ്ചേട്ടാ, കടയില് കച്ചവടമൊന്നുമില്ല ചേട്ടാ. മുട്ടിന് ഓണക്കച്ചവടങ്ങളല്ലടാ, ബിസിനസ് കുറവ് വരും. പ്രാഞ്ചേട്ടാ, ഓണക്കായില്ലേ, എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു കേട്ടാ. ആ ഭാസ്കര, റോങ് നമ്പറാടാ. അയ്യോ സോറി ട്ടാ, ഞാൻ പ്രാഞ്ചേട്ടനാന്ന് വിചാരിച്ചു. പ്രാഞ്ചേട്ടാ ആ അത് കുഴപ്പമില്ല. പ്രാഞ്ചേട്ടന് സൂത്രം പഠിച്ചൂലേ? നിന്റെ കൂടെയല്ലേ പോർജി, പിന്നെ അതൊക്കെ പഠിക്കാതിരിക്കോ? ഇളയപ്പ ഖേദമുണ്ട് കേട്ടാ, ഖേദം. നീ ഞങ്ങള് ഖേദിച്ചങ്ങോട്ട് നടക്കറേ. ഡാ, നീ എന്തുകൊണ്ട് തേങ്ങി ഇത്ര ഞങ്ങൾക്ക് ആലോചിക്കണേ? പുലിക്കളി വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. ഇളയപ്പം പറഞ്ഞാലേക്ക് വേണ്ടാന്ന് നോക്കിയല്ലേ നല്ലത്. എന്റെ പ്രാഞ്ചേട്ടൊന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേ. കടയിലെ അരിക്കച്ചവടം എങ്ങനെയുണ്ട്? ഡിമ്മടാ. ആ ഡിമ്മ് ഞാൻ ബ്രൈറ്റ് ആക്കി കൈ തരും. അങ്ങനെ ആരും വാങ്ങിച്ചുകൊണ്ട് പോവാത്ത പ്രാഞ്ചേട്ടന്റെ കടയിൽ തരി എടുത്തിട്ട് ഒരു പരിപാടി അങ്ങോട്ട് നടത്താം. എന്ത് പരിപാടി? നീ എന്തുട്ടാ പറയാൻ ഉദ്ദേശിക്കണ? അത് പറയും. പാലട. പാലട? പ്രാഞ്ചേട്ടാ, നമ്മുടെ കടയിൽ തരി എടുക്കുക, കുറച്ച് പാല് മേടിക്കുക, ഇത്തിരി പഞ്ചാര ഇടുക, പിന്നെ അതിലേക്ക് വേണ്ട കൂട്ടുകളൊക്കെ നമ്മുടെ അന്തോണേട്ടിനെ പെട്ടിക്കടയിൽ നിന്ന് മേടിക്കുക. എന്നിട്ട് അങ്ങോട്ട് പാണങ്ങാടൻ തറവാടിന്റെ ബ്രാൻഡോട് കൂടിയിട്ട് നമുക്കത് പാലട വിറ്റ് കാശുണ്ടാക്കാം. കുന്നോളം കാശല്ല കിട്ടുക. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് നമ്മളൊരു കാറ് മേടിച്ചാ പൊളിക്കോ? പൊളിക്കോ? മേടിച്ചാ പൊളിക്കൊന്നുമില്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ പാലടയ്ക്ക് ഞാൻ നല്ലൊരു പേര് പറയാം, പ്രാഞ്ചേട്ടൻസ് പാലട. എങ്ങനെയുണ്ട്? അത് കലക്കിയളപ്പാ, തകർത്തു. പ്രാഞ്ചേട്ടൻസ് പാലട കൂശി സംഭവം. അതെ, എളാപ്പിന് ഒരു പാലട, അല്ല ഒരു പാൽച്ചായ. പാലേട്ടൻ ഒരു പുതിയ പ്രൊഡക്റ്റ് സോങ് ആയിട്ടൊരു ചായ എടുക്കും. പ്രാഞ്ചേട്ടൻസ് പാലട സംഭവം. അല്ല എന്തുടെ പരിപാടി? പാലടയുടെ പരിപാടി. എളാപ്പിനെ പേരിട്ട ഓണത്തിന് ഓണം പൊരിക്കണം നമുക്ക്. നിനക്കൊന്നും ഇഷ്ടാവാത്ത? അങ്ങനെയൊന്നുമില്ല, അത് നമ്മള് പ്രതീക്ഷയുടെ അപ്പുറത്തേക്ക് പോട്ടാ. ചെറിയൊരു അസുഖം അത് താഴ്ത്തറ, താഴ്ത്ത്. മതി മതി മതി. ഒന്ന് ചെരിച്ചു നോക്കിയേ, ചെരിച്ചു നോക്കിയേ. ഒന്നുകൂടി ചെറുക്ക്. ഓട് വലിയ കുഴപ്പമില്ല. വെറുതോ ഉള്ളത് പറയാലോ പ്രാഞ്ചേട്ടാ. പ്രാഞ്ചേട്ടൻ നിപ്പിള്ള സൂപ്പർ ഉണ്ട്. വെറുതു അത് ക്യാമറ ടെക്നിക്കല്ലേ അല്ലേ പ്രാഞ്ചേട്ടോ? അതെന്ത് ടെക്നിക്കാണത് ഭാസ്കര? അല്ലേ, കുട്ടികളൊക്കെ പറയാറുണ്ട് ക്യാമറ ടെക്നിക് കൊണ്ട് മുഖമൊക്കെ നന്നാക്കാന്ന്. ആടുണ്ട് അങ്ങാടി അറിയണം. അല്ല, ഈ ഏട്ടങ്ങളിലെ ഫോൺ ചെയ്യൽ ഇതുവരെ കഴിഞ്ഞില്ലേ?
ഏട്ടങ്ങണേ ഇതാ വരണടാ. ഇതാ ലാസ്റ്റ് റൂട്ട് ഞാനൊരു കാര്യം പറയാം. ഈ പാണങ്കാടൻ തറവാട്ടിൽ ഒരു കൊച്ചു കുട്ടിയെ കുറിച്ച് നീ അപവാദം പറഞ്ഞല്ല, നിനക്കുള്ള ശവപ്പെട്ടി ഞാൻ ഒരു കൂട്ടാ. എന്തുകൊണ്ടാ നീ ഒന്നും മിണ്ടാത്തേ? പറയടാ, നാം ഇറങ്ങിപ്പോയാ. ഹലോ ഹലോ കട്ടായ. അവന്റെ നാണം കെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഒടുക്കത്തെ പുലിക്കളി. ഇതെങ്ങനെയുണ്ട് സംഭവം? എടാ ഇത് ഭയങ്കര സൈറ്റാട്ടത്. ഇത് വെച്ചിട്ട് അങ്ങോട്ട് വെച്ചടി കേറ്റാട്ടങ്ങടേ. ആണല്ലോ. ഇനി ഇതേ ഐശ്വര്യമായിട്ട് ഇത് അങ്ങോട്ട് പിടിച്ചേ. 22 ലിറ്റർ ഞാൻ ഓർഡർ പിടിച്ചിട്ടുണ്ട്. അതെ, ലിറ്ററിന് 150 രൂപ വെച്ചിട്ട് 3300 രൂപ. 30 രൂപ വെച്ചിട്ട് എന്റെ കമ്മീഷൻ വകയിൽ കിട്ടാനുള്ളത് 660 രൂപ. ആ അപ്പൊ ഇനി 2640 ഉറുപ്പ്യ ഇങ്ങോട്ട് തരണം. പറയുന്നത് മുഴുവൻ കേക്ക് പ്രാഞ്ചേട്ടാ. ഈ ഓർഡർ എടുക്കാൻ യാത്ര ചെയ്ത വകയിൽ ഒരു 500 രൂപ വരും. ചായ ചോറ് ഒരു 300 രൂപ. അപ്പൊ എന്റെ കമ്മീഷൻ കൂടി ചേർത്തിട്ട് മൊത്തം 1460 രൂപ. അത് ഞാൻ റൗണ്ട് ആക്കിയിട്ട് 1500 രൂപയ്ക്ക് ഉണ്ട്. ബാക്കി 1800 രൂപ അങ്ങോട്ട് പിടിച്ച് ലിസ്റ്റ്. എന്തെങ്കിലും ആവട്ടെ, ചെലവൊക്കെ ഇത്തിരി കൂടുതലാണ്. എന്നാലും വേണ്ടിയില്ല, സാധനം ഇറങ്ങണായിട്ട് മുമ്പേ ഓർഡർ കിട്ടാന്നൊക്കെ പറഞ്ഞ വലിയ കാര്യല്ലേ. ഇങ്ങനെ ഈ സാധനം ഇറങ്ങണതിന് മുമ്പേ ഓർഡർ കിട്ടാന്നൊക്കെ പറഞ്ഞ ലോകത്തെ ആദ്യ സംഭവം ഔട്ടാ. അത് ശരിയാ. ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം. ഇവനെ കൊണ്ടൊക്കെ ഓർഡർ എടുക്കണ നേരെ നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് വിടാ. നമ്മുടെ സാധനത്തിനൊരു ക്രെഡിറ്റ് ആവും. ചേട്ടാ ഇത് പറഞ്ഞപ്പോഴാ എനിക്കൊരു സംശയം. അല്ല, നമ്മുടെ കടയിൽ വിൽക്കണ സ്റ്റോൺലെസ് അരിയിൽ കല്ലിടാറുണ്ടല്ലോ നമ്മള്. അപ്പോ ലോകത്തിൽ ആദ്യമായിട്ട് പാൽപ്പായസത്തിൽ കല്ലെടുക്കുന്നത് നമ്മുടെ കടയിൽ നിന്നായ. നീ ഇത്തിരി നേരം നാക്കടക്കി വെച്ചിട്ട് എവിടെയും പോയിരിക്കണ ഭാസ്കര. അവന്റെ ഒരു സംശയം നല്ലൊരു ദിവസമായിട്ട്. എന്താ സുലൈമാനൻ നിന്നെ കാണാൻ കിട്ടില്ലല്ലോ. ഞാനേ നിങ്ങളെ വീട്ടിലേക്ക് വരേനി. ഓണം ബമ്പർ പാണങ്ങാടൻ തറവാട്ടിൽ കൊടുത്തിട്ട് കച്ചവടം തുടങ്ങിയാലോ. കച്ചവടത്തിന്റെ പൊടിപൂരില്ലാണ്ട് പിന്നെ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളവിടെ എത്താം. എന്നാ ഞാൻ വീട്ടിലേക്കായിട്ട് പിടിക്കാം. ഇതിനാണ് നിമിത്തം എന്ന് പറയുന്നത്. എന്തൊട്ട് നിമിത്താണ് ഈ ലോട്ടറി പാലടം നമ്മള്. അതല്ല, സുലൈമാനെ ഒരു പഴയ പാചകക്കാരനാ. എന്താടാ പഴയ പാചകക്കാരെന്ന് പറയണേ? ഞാൻ എന്തേ പുതിയ പാചകക്കാരനല്ലേ പ്രാഞ്ചേട്ടാ? ഇന്നലെ ഉണ്ടല്ലോ ഞാനൊരു കോഴിക്കൂട്ടാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. കൂട്ടിയോര് മുഴുവൻ ഔ എമ്മാരി ടേസ്റ്റ് ആണോല്ലേ. എവിടെയായിരുന്നു പാചകം? അതിന്റെ കുടിയില് എന്റെ സൂറൊക്കെയാണെങ്കിൽ ശ്വാസം മുട്ടല്. കുട്ടികളിങ്ങനെ വൈത്തല നടന്നിട്ട് കോയിറച്ചി വേണം എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാനും നോക്കില്ല, അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പൊ നിന്റെ 1ലും 2ലും പഠിക്കണ കുട്ടികളെ പറഞ്ഞല്ലേ കോഴിക്കറി നന്നായിട്ട്? അല്ലാതെ ഇപ്പൊ വർദ്ധൂന് അറിയാൻ പറ്റുമോ? പറ്റും, വർദ്ധൂനെ പറയാൻ പറ്റൂ. അപ്പൊ നീയും സുലൈമാന്റെ കോഴിക്കറി കഴിച്ചിട്ടുണ്ടാ? കോഴിക്കറി അല്ല പ്രാഞ്ചേട്ടാ, പാലട. സുലൈമാന്റെ പാലട കഴിച്ചോണ്ട് രുചി വായിരുന്നു പൊള്ളിയാ. അമ്മാരി പാലടല്ലേ. ശരി, അപ്പൊ ഇജാതി പണി കയ്യിലുണ്ടല്ലേ? ആളൊരു പാചക നിപുണനല്ലേ? അതെ, നമ്മടെ പാലട ഈ സുലൈമാൻ വെക്കും. എന്നാ പിന്നെ സുലൈമാൻ തന്നെ വെക്കട്ടെ. ഇല്ലേട്ടെ, അങ്ങനെ ആവട്ടെ. സുലൈമാൻ മാത്രല്ല ഒരാൾക്ക് സ്ഥിരം പണിയാവല്ലോ. ഒഴിവുള്ള സമയത്ത് വേണേ ലോട്ടറി ടിക്കറ്റ് മുക്കാം. അല്ല സുലൈമാനെ, തനിക്കെന്താ അഭിപ്രായം? അല്ല, നിങ്ങളെല്ലാരും ഇങ്ങനെ പറയുമ്പോ ഞാൻ സമ്മതാണ്. എന്നൊരു കാര്യം ചെയ്താൽ നീ വീട്ടിലേക്ക് പോയിക്കോ. എന്നിട്ട് ഈ പാലടയ്ക്കുള്ള ലിസ്റ്റ് അവിടെ തയ്യാറാക്കി കൊടുക്കും. ഓ, അത് ഞാൻ കൊടുക്കും കറക്റ്റ് ആയിട്ട് A to Z. ശരി, മാറി. അല്ലടാ ടിക്കറ്റ് ഉണ്ട്. അതവിടെ ഇരുന്നോട്ടെ. അതെ ഭാസ്കര, നീ ഒരു കാര്യം, നീ ഇവനെയും കൂട്ടിട്ടേ നമ്മുടെ കടയിലേക്ക് അല്ലേ. എന്നിട്ട് ആ പാലടയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ അവൻ പറയണതിനനുസരിച്ച്. അല്ല, നേരത്തെ പറഞ്ഞ അരി തന്നെയല്ലേ എടുക്കണ്ട? നീ ഒന്ന് കൊണ്ട് കൊടുക്കണന്റെ ഭാസ്കര. ശരി ശരി. അപ്പൊ ആളെ കിട്ടി. അല്ല, നമുക്ക് പരിചയമുള്ളവരാകുമ്പോ നല്ലതല്ലേ. എങ്ങോട്ടാ ഷാജു എല്ലാരും കൂടിയിട്ട്? പ്രാഞ്ചേട്ടാ ഓണാഘോഷല്ലേ, അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടുണ്ട് ഒന്നാണ്. അപ്പൊ ഓണൊക്കെ ആഘോഷമായിട്ട് നടക്കട്ടെ ചേട്ടങ്ങടെ. പിന്നെ ദേശീയോത്സവല്ലേ, തകർക്കങ്ങട്. അതിന് പ്രാഞ്ചേട്ടനും കൂടി ഒന്ന് സഹായിക്കണം. എന്തുട്ടാ ഞാൻ സഹായിക്കണ്ടേ? പറടാ. അല്ല പ്രാഞ്ചേട്ടാ, വീട്ടമ്മമാർക്ക് കുട്ടികൾക്കൊക്കെ വേണ്ടിട്ട് പൂക്കള മത്സരം നടത്തണ്ടേ? അപ്പൊ അതിലേക്കൊക്കെ ആയിട്ട് എന്തെങ്കിലും. അപ്പൊ നമ്മളതിന്റെ 1ാം സമ്മാനം തരണം അല്ലേ? അങ്ങനെ ആയിക്കോട്ടെ, എഴുതിക്കോ. പിന്നെ അതന്നെ നമ്മുടെ നാട്ടിലെ പരിപാടിയല്ലേ ഇല്ലേട്ടങ്ങടി. പിന്നെ ഗംഭീരാക്കണം, നല്ലൊരു സമ്മാനമായിട്ട് തരാട്ടാ. പിന്നെ അറിഞ്ഞില്ലേ, നമ്മുടെ പ്രാഞ്ചി ഓണത്തിന് പാലട ഇറക്കുന്നുണ്ട്. എല്ലാവരും ഓർഡർ എടുക്കട്ടാ. അതെ, അപ്പൊ അതിന്റെ ഓർഡർ എടുക്കുന്ന കാര്യം ഞങ്ങൾ ഏൽപ്പിക്കോ? പിന്നെ പൂക്കള മത്സരത്തിന് നമ്മുടെ ചേച്ചിമാരെ പങ്കെടുപ്പിച്ചാലോ? എഴുതിക്കറാ. ഇനിയിപ്പോ എന്തിനാ അതായിട്ട് കുറയ്ക്കണേ?
ഇന്ന് ഐശ്വര്യായിട്ട് എഴുതിക്കോ ആലീസ് കുരുവിള. ആ കിടക്കട്ടെ. അത് എഴുതി കഴിഞ്ഞാല് സൂസൻ പ്രാഞ്ചിന്ന് എഴുതിക്കോ. ആ അത് എഴുതു. അത് ശരി. അല്ല ബ്രാഞ്ചി എന്ന് പറയുമ്പോ പി വരുമോ അതോ എഫ് വരുമോ? പി എന്നല്ലടാ വരിക, എഫ് എങ്ങനെ വരിക? പ്രാഞ്ചി, പ്രാഞ്ചിയേട്ടൻ, അപ്പൊ പി അല്ലേ വരിക? എഫ് വരും. എന്തുട്ടാ പറയണ്ട നീ? ഏ. ആ മഴ പെയ്യണ നേരത്തെങ്കിലും ആ സ്കൂളിന്റെ പഠിക്കണമെന്ന് കയറി നിൽക്കാറുന്നല്ല. ആ, കേറി കയറുന്നില്ലടാ. ഫ്രാൻസിസ് എന്നാണ് ശരിക്കുള്ള പേര്. ഫ്രാൻസിന്ന് വിളിപ്പേരാണ്. എഫ് എഴുതു പോലെ, എഫ് എഴുതു. അതെഴുതടാ. അപ്പൊ ശരിയെന്നാ ഫ്രാൻസിസ് ചേട്ടാ. അത് കളിക്ക്. അതെ പ്രാഞ്ചേട്ടാ, ആ സംഗതി ഞങ്ങൾ കമ്മിറ്റിക്കാരാണെങ്കിലും പ്രാഞ്ചേട്ടൻ സ്പെഷ്യൽ പാലട അടിക്കാൻ ഞങ്ങൾ രാവിലെ എത്തൂട്ടാ. മറക്കണ്ട. ഓ, ആയിക്കോട്ടെ, ആയിക്കോട്ടെ. പുലർച്ചെത്തും. പോവാ. ദാ നീ ഈ വാർത്തൂനെ കൂടി കൂടെ കൂട്ടിക്കോ. അവൻ അങ്ങനെ വർദ്ധട്ടും കൂടിക്കോ, ഒരാളും കൂടി ഞാൻ ഫ്രാൻസി, വാ, നടക്ക്. ഫ്രാൻസിയേട്ടൻ. ചെല്ലു നീ. നമുക്ക് പോവാം. ഭാസ്കർ ഇത് വന്ന് കത്തിക്കടേ. കേട്ടോ എടാ വെള്ളം എല്ലാം കൊണ്ടുവാ. അതാ വെള്ളം ഭാസ്കര കൊണ്ടുവരാൻ പാകത്തിന് തീ കത്തിക്കിട്ടാ. സുലൈമാനൊക്കെ ഇവിടെയും കൂടെ രണ്ട് കൊണ്ടു ആടാ അതിന്റെ പാകത്ത് നോക്കി കത്തിക്കിന്റെ മൊയ്തീനെ. ഹൈ കിട്ടാൻ നോട്ടെ നോട്ടെ. ആ, ദേ ഈ പാത്രം ആലി കഴിക്കാൻ ചേച്ചിയെ, എവിടെ വെക്കണ്ടേ? പിന്നെ ആ പാത്രമൊക്കെ കഴുകിട്ട് നല്ല കമത്തി വെച്ചാളിട്ടാ. അതെന്തിനാ? ഒരു തുള്ളി വെള്ളം അതിന്റെ അകത്ത് പാടില്ല, പാല് പിരിഞ്ഞൂലേ. ആ പിന്നെ പാലട മണം വരുന്നുണ്ടാ. കുരുവേട്ട ഇയാളെ എന്താന്ന് കരുതിയേ? കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കൂൾ യോജനോത്സവത്തില് ഞാൻ വെച്ച വെപ്പിന്റെ മഹിമ കണ്ടിട്ടേ കമ്മറ്റിക്കാര് ചോദിക്കാ നിങ്ങൾ ഇഞ്ഞും വെച്ചു തരുമോന്ന്. ഞാൻ പറഞ്ഞു ഇന്നെ കൊണ്ട് കഴിയൂലാന്ന്. ഡാ സുലൈമാനെ, ആ. ഡാ നിനക്ക് അവരുടെ കൂടെ വെപ്പ് പണിക്ക് പൊക്കൂടേ. അയ്യോ എന്റെ ഇളയപ്പ നിങ്ങൾ എന്ത് വർത്താനാന്ന് പറയണേ? അതെന്താ? കായ് കൂടുതൽ കിട്ടി വിചാരിച്ചിട്ട് ഞാൻ ആ പണിക്ക് പോകുക? ഇന്റെ ലോട്ടറി കച്ചവടത്തിന്റെ ഇടയ്ക്ക് കുട്ടിക്ക് ഇത് എങ്ങനെയാ വെച്ചു കൊടുക്കുക? എന്തെങ്കിലും കാര്യം നടക്കോ ഗുരുവേട്ടാ? അവിടെ കാശ് എന്നൊക്കെ പറഞ്ഞാ ലക്ഷങ്ങൾ കിട്ടില്ല. ലക്ഷങ്ങളാ? ഇന്റെ കയ്യിൽ കോടിയല്ലേ ഞാൻ വിറ്റടക്കണ, ഒന്നടിച്ചാ പോരെ? അതെ, ഇതെപ്പോഴാ റെഡിയാവാ? വറുതോ ഇതിന്റെ കാര്യത്തിൽ ഈ ഇടപെടണ്ട, അതെനിക്കറിയട്ടാ. അല്ല സുലൈമാനെ, നേരത്തെ ആവണെങ്കിൽ ഊണിന് മുമ്പ് റെഡിയാക്കി കൊടുക്കാലോ. അത് ശരി, അതിനല്ലേ കുരുവേട്ടാ. ഇലയില് സദ്യ അങ്ങോട്ട് വിളമ്പുമ്പോ അതിന്റെ തലക്കിൽ വെക്കാൻ ദാ പാലടപ്പഴമേ റെഡി. ആ, ചായ റെഡി. ഓ സൂസടിക്ക് ഭാസ്കരൻ നല്ല നോക്കി ഭാസ്കരൻ, ചായ കുടിച്ചടാ. ഒന്ന് മാറി നേരെ അവിടുന്ന്. മാറ്. കുരുവേട്ട ഒരു കൊള്ളി പുറത്തേക്ക് ഇടുക. അയ്യോ എങ്ങട്ടാ അത്? തഞ്ഞ് മുറ്റത്തെത്തും നിർത്തിന്ന്. കൊല്ലം മുறை ഇളക്കി തുടങ്ങിയിട്ട് നീ എന്നെ ഇളക്ക് പഠിപ്പിക്കാതിരിക്കുമല്ലോ. ഒരു കേറ്റാ ചേച്ചിയല്ലേ? കൂട്ടിപ്പോയിക്കോളി, കൂട്ടിപ്പോയിക്കോളി. ചായ അവിടെ വരുന്നേ. ഇവനൊക്കെ പായസം ഇളയപ്പാ പോയിക്കോളി. ആ, ഒരു വലിയ ദേ, പിടിക്ക്. ഞാൻ കിടക്കാൻ പോവാ. നിങ്ങളെ പിടിക്കുന്നു. അതെ ബ്രാഞ്ചി എവിടെ? അവന്റെ കണക്കെഴുത്തനും കഴിഞ്ഞിട്ട്. ഞാൻ പോയി നോക്കട്ടെ കിടന്ന് ഉറങ്ങുവാണോന്ന്. ആ എന്നാ പൊക്കോ. നീ കുടിച്ചോ. അതെ പായസായി വിളിക്കാട്ടാ. ശരി. കുരുവേട്ടാ ആ ഇതൊരെണ്ണം പിടിച്ചേ. ഒരു പണിക്കാരൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ ഉറക്കത്തില് പിച്ചും പേയും പറയില്ലേ ഇളയപ്പാ? ഒന്നും ഇതിനൊരു കയ്യും മിണ്ടാതിരിക്കലപ്പാ. കളക്കുണ്ടല്ലോ ഇളക്കണേന്. ഇത് എങ്ങനെയെങ്കിലും ഇളക്കിവിടെ തന്നെയാ? പാലട ഒരു പാലടന്നേട്ടാ. കുരുവേട്ടാ, എന്റെ അടിയിലേക്ക് പായസത്തില് കത്തിക്ക്. നമ്പർ 1 ആണ് പാലട പ്രേമൻ. ഈ പാമ്പില് പ്രാജോമ്പാല്ലേ അതുപോലെയാണ് ഈ സാധനം. കേട്ടേ മാത്രല്ല എന്നാ കണ്ടോളി. ഇത് നോക്കി ഇത് നിങ്ങൾ പിടിച്ചാട്ടെ. ഇതാ ഇതുണ്ടല്ലോ, ഇങ്ങനെ പുളിയറുമ്പിന്റെ നിറാകുമ്പോ പ്രഥമ റെഡി. അതെ. അതാണ് അതാണ്. കുരുവേട്ടാ, ഇതായില്ല ഇതുവരെ. അവിടെ ആൾക്കാർ വന്ന് തുടങ്ങിയേക്കണ. അതെ നീ ഒരു കാര്യം ചെയ്യാ, പ്രാഞ്ചിനോട് അവിടെ ചെന്ന് നിൽക്കാൻ പറ. റെഡിയാവും പറ. എടി പ്രാഞ്ചിനെ വിളിച്ചാൽ ചെല്ലാൻ പറയടി. ഒന്ന് വേഗം റെഡിയാക്കടാ. ഷാജോ, അമേരിക്കയിൽ നിന്ന് മോളും കുട്ടികളൊക്കെ വരുന്നുണ്ട്. അവർക്കാണ് ഈ പാലട ഭയങ്കര ഇഷ്ടം. വീട്ടിലുണ്ടാക്കിട്ട് ഒരു കാര്യമില്ലടാ. ഇപ്പോഴത്തെ കാലത്ത് ആരായിന് വീട്ടിലുണ്ടാക്കണേ? അല്ല, സമയത്രയായി? 4 മണി കഴിഞ്ഞുട്ടാ. ആഹാ പ്രാഞ്ചേട്ടൻ വന്നല്ല. ആ എന്താ ഈ ഓണൊക്കെ എവിടെ വരെ എത്തി? ഓണത്തിന് ഇപ്പൊ പ്രാഞ്ചേട്ടന്റെ പാലടല്ലേ നാട്ടിൽ മുഴുവൻ സംസാര വിഷയം. അതന്നെ. അതെ പിന്നെ പ്രാഞ്ചേട്ടാ, പാത്രം ഞങ്ങൾ ആരും കൊണ്ടുവന്നിട്ടില്ല. അതൊന്നും വേണ്ട. ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചുള്ള പാക്കറ്റും ടീനൊക്കെ ഉണ്ടല്ലോ. പ്രാജ്യ പോരിച്ചിട്ടാ. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി, അത് തകർത്തു. ഇതൊക്കെ തന്നെ ഞാനും ഉദ്ദേശിച്ചിട്ടുള്ളൂ. പണ്ട് നമ്മുടെ അപ്പം നമുക്കൊരു പാട്ട് പാടി തരാറുണ്ട്. സിനിമ പാട്ടാ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് സിനിമാ പാട്ടല്ല അറിയല്ലോ. നമ്മുടെ ഗ്രാമത്തിന്റെ ഊത്തുടിപ്പറിയില്ലോ.
അതെന്തൂട്ട് പാട്ടാ പ്രാഞ്ചേട്ടാ? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കൊടുക്കില്ലതാനും. എന്തൊരു മണം, കരിഞ്ഞ മണം. മണം എവിടെ? അതെ അതുപോലെ എലി ചത്ത് കിടക്കണ്ട അവിടെ. മണം ജാതി മണണ്ട്. അതുപോലെ പൂച്ച ചത്ത് കിടക്കണ്ട അവിടെ. ഇതിന്റെ ഉള്ളന്നല്ലേ? നോക്ക്, ഇതിന്റെ ഉള്ളം തന്നെ. കുരേട്ടാ എന്തലക്കമല്ല വർത്താനാ ഭാസ്കര പറഞ്ഞ്. എന്താ എന്റെ എമ്മാരി കരുനാവ് വെച്ചിട്ട് വർത്താനം പറയരുത്. കുരുവേട്ട, ഇത് ദൈവികമായ ഒരു കലയല്ലേ. പാചകം ഇവനെ പോലുള്ള ഒരുമ്പെട്ട ആൾക്കാരെ അടുപ്പിക്കാൻ പറ്റുമോ? ഇതിന്റെ അടുത്തേക്ക് 7 അയലത്തേക്ക് അടുപ്പിക്കാൻ പറ്റുമോ? കഴിഞ്ഞില്ലേ? എന്റെ കയ്യിന്ന് പോയില്ലേ കുരുവേട്ട? പിടിച്ച നാവല്ലേ. സുലൈമാനെ പറഞ്ഞ് സുലൈമാൻ അതിന് കിട്ടില്ല. പണിയറിയാത്ത പാർട്ടീനെ വിളിച്ചിട്ട് പായസം ഉണ്ടാക്കാൻ വന്നിരിക്കാൻ ഓരോ വക സാധനങ്ങള് മാറി പോടാ. അവരെ അസിസ്റ്റന്റ് അത് പിന്നെ ഈ ഭാസ്കരനെ പായസത്തുമ്പോ നോക്കിയിട്ട് എന്തോ മണം വരുന്നുണ്ട് എന്ന് പറഞ്ഞതും സുലൈമാൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ പായസം ഉണ്ടാക്കില്ല. അതും പറഞ്ഞു സുലൈമാൻ കരച്ചില് ഭയങ്കര ബഹളം. എന്താ പറയണത്? ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ വരാം. പക്ഷെ ആൾക്കാരുടെ ഇന്നെ കൊണ്ട് കയ്യൂലത്. ഇവനാണ് എല്ലാത്തിനും കാരണം. എന്താണ് ഭാസ്കര കാര്യം? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറഞ്ഞിട്ടല്ലടാ. ഈ എന്താ വിചാരിച്ച പായസത്തിന് ജീവല്ലാന്നോ? അതിങ്ങനെ കിടന്ന് തിളക്കിനെ കണ്ടില്ലേ ഈ? എന്താ സുലൈമാനെ നമുക്ക് അതിന് എന്താ മാർഗച്ചുണ്ടാക്കണം? നിങ്ങളായി നിങ്ങളെ പായസായി സുലൈമാനാണ്ട് തിന്ന കൈ കൊണ്ട് കോയിനാട്ടി അറിയോ? ഇവരെങ്ങോട്ട് പോണത്? എടാ പായസം കരിഞ്ഞ അടിയെ പിടിച്ച് നാശായി. കർത്താവേ, അല്ല പ്രാഞ്ചേട്ടാ, കരിഞ്ഞു കഴിഞ്ഞാ വെള്ളം ഒഴിച്ചാ പോരെ? വെള്ളം ഞങ്ങളുടെ പായസം കാശ് പോയാ പിന്നെ അത് പായസം ആണെങ്കിൽ പോട്ടെ, പ്രാഞ്ചിനെ ആശുപത്രി കൊണ്ടുപോകാം. പായസം എന്താ പറ്റിയേ? പോട്ടെ.